ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാൽ ആദ്യം കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വലിയുള്ളി ചെറുതായിട്ട് മുറിച്ചതും പിന്നെ പച്ചമുളക് എല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ കുക്കറിൽ വിസിലടുപ്പിക്കുന്നതാണല്ലോ. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല എല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനില്ല, അത് നമുക്ക് ഈ കുക്കറിലിട്ട് കൊടുക്കുക. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമ്മളിത് വേവിച്ച് വെച്ച ചിക്കനിലേക്ക് ഈ തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കായ്മുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് അതും കൂടെ ഈ ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കുക, എരിവ് പോരണമെങ്കിൽ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.